ചാനലിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. സെറ്റ് എക്സാമിനേഷൻസിന്റെ വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്ക് സെറ്റ് എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ടുള്ള ജനറൽ ക്ലാസ്സുകളും അത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പ്ലസ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും ഈ ചാനലിലൂടെ നൽകുന്നുണ്ട്. കൂടാതെ എക്കണോമിക്സിന്റെ സബ്ജക്ട് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ, എക്കണോമിക്സ് എന്ന സബ്ജക്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളും സെറ്റ് എക്സാമിനേഷൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും കൂടാതെ നെറ്റ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവർക്കുമായിട്ട് നൽകപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. കൂടാതെ എക്സ്പെക്ട് ചെയ്യാവുന്ന പല ക്വസ്റ്റ്യൻസുകളും നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് സെറ്റ് എക്സാമിനേഷൻസിന് വിജയിക്കാൻ കഴിയുമെന്ന്. ഓക്കെ, നമുക്ക് എന്നാൽ ഈശ്വര പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മോണോപോളി, മാർക്കറ്റ് ഫോമായിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോമായ മോണോപോളിയിലെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസുകളും കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഓപ്ഷനുകളെല്ലാം വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ടതാണ്. കാരണം നമുക്ക് വളരെ കൺഫ്യൂസ്ഡ് ആയ ഓപ്ഷനുകളാണ് ഇനി മുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണുക. അപ്പോൾ നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. വാട്ട് ഈസ് മോണോപോളി? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, മോണോപോളി മീൻസ് എന്താണ് മോണോപോളി? എ സിംഗിൾ സെല്ലർ ഓഫ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പോൾ വാട്ട് ഈസ് മോണോപോളി? എ സിംഗിൾ സെല്ലർ ഓഫ് എ പർട്ടിക്കുലർ പ്രോഡക്റ്റിനെയാണ് നമ്മൾ മോണോപോളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ദ ഡിമാൻഡ് ഫോർ പ്രോഡക്റ്റ് ഓഫ് എ മോണോപോളി ഫേം ഈസ്. ദ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഓഫ് എ മോണോപോളി ഫേം ഈസ്. ഈ ആൻസർ എന്ന് പറയുന്നത് impossible to know without the knowledge of the market demand of the elasticity of demand for product. അപ്പോൾ നമുക്ക് കുറെ ഓപ്ഷനുകൾ ഉണ്ടാവും. inelastic at lower levels and but elasticity with fall as higher levels as considered. Then impossible to know without knowledge of the market demand of the elasticity of demand for product. അപ്പോൾ എന്നിങ്ങനെ അപ്പോൾ ഇത്തരത്തിൽ ഓപ്ഷനുകൾ നമുക്ക് കൺഫ്യൂഷൻ ഉള്ള ഓപ്ഷനുകൾ ഉണ്ടാകാം. അപ്പോൾ ആൻസർ എന്താണ്? ദ ഡിമാൻഡ് ഫോർ എ പ്രോഡക്റ്റ് ഓഫ് എ മോണോപോളി ഫേം ഈസ്. ആൻസർ എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഇമ്പോസിബിൾ ടു നോ വിത്തൗട്ട് ദ നോളജ് ഓഫ് ദി മാർക്കറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഇമ്പോസിബിൾ ടു നോ വിത്തൗട്ട് ദ നോളജ് ഓഫ് ദി മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. ഇതാണ് ആൻസർ. നെക്സ്റ്റ് വൺ, എ മോണോപോളി പ്രൊഡ്യൂസർ ഹാസ്. തേർഡ് വൺ, എ മോണോപോളി പ്രൊഡ്യൂസർ ഹാസ് control over the production as well as price. A monopoly producer has. Answer endana? Control over production as well as price. Control over production as well as price. Next one, fourth question. Monopoly is said to be exist when. Monopoly is said to be exist when one firm is the sole producer. Is the sole producer of the seller of the product, has no close substitutes, able to control over the price. അപ്പോൾ മോണോപോളി is said to be exist when. എപ്പോഴൊക്കെയാണ് മോണോപോളി എക്സിസ്റ്റ് ചെയ്യുന്നത്? all of the above answer. ഏതൊക്കെയാണ്? is sole producer or seller of the product. Monopoly is said to be exist when എപ്പോഴാണ്? is the sole producer or seller of the product. Then next one, there is no close substitutes. There is no close substitutes. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ able to control over the price. Able to control over the price. അപ്പോൾ ഇതിലാണ് മോണോപോളി എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, വളരെ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആൻസർ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ മോണോപോളി മീൻസ് എ സിംഗിൾ സെല്ലർ ഓഫ് ദ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. Then demand for product എന്ന് പറയുന്നത് it is impossible to know without the knowledge of the market demand for the product. Next one, monopoly producer is said to be exist എപ്പോഴാണ്? sole producer, control of the price, there is no close substitutes. Next one, sources of monopoly or causes of monopoly. Sources or causes of monopoly. എന്തെല്ലാം സോഴ്സസ് അല്ലെങ്കിൽ കോസസ്? ഇത് ഓപ്ഷനുകളായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. all of the above അല്ലെങ്കിൽ there is no correct, which are wrong, which is statement is wrong എന്നുള്ള രീതിയിലല്ല ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ്? പേറ്റന്റ് ഓർ കോപ്പിറൈറ്റ്. ഫസ്റ്റ് സോഴ്സ് ഓർ കോസസ് ഓഫ് മോണോപോളി ഏതാണ്? പേറ്റന്റ് ഓർ കോപ്പിറൈറ്റ്. സെക്കൻഡ് വൺ, കൺട്രോൾ ഓവർ ദി എസെൻഷ്യൽ റോ മെറ്റീരിയൽ. Control over the
essential raw material. Patent or copyright, control over the essential raw material. Next one, grant of franchise by the government. Grant of the franchise by the government. Next one, economies of scale. Next one, economies of scale. Next one, advertising and brand loyalties of the established firm. Advertising and brand loyalties of the established firms. Well, causes of monopoly or sources of monopoly points. Patent or copyright. Okay. Next one, control over the essential raw material. Grant of the purchase made by the government. Next one, economies of scale. Next one, advertising and brand loyalties of the established firms. Brand loyalties of the established firms. These are the sources or the causes of monopoly. Next one, under monopoly, MR is equal to. The formula ചോദിച്ചിട്ടുള്ളതാണ്. നെറ്റ് എക്സാമിനേഷനും സെറ്റ് എക്സാമിനേഷൻസും എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. അണ്ടർ മോണോപ്പൊളി വാട്ട് ഈസ് MR is equal to 1 P into 1 minus 1 divided by elasticity. അതായത് P into 1 minus 1 divided by, that is MR, marginal revenue എന്ന് പറയുന്നത്. P into AR or AR into 1 minus 1 divided by elasticity. Next one, a circumstance in which it might pay the monopolist to cut the price of his product where. A circumstance in which it might pay the monopolist to cut the price of his product where. എപ്പോഴാണ് price? MR is greater than MC. A circumstance in which it might pay the monopolist to cut the price of his product where MR is greater than MC. Next one, equilibrium of the monopolist will never lie below the middle point of the AR curve because എന്തുകൊണ്ടാണ്? Because equilibrium of the monopolist will never lie below the middle point of the AR curve. Below the middle point of the AR curve. Because below the middle point elasticity is less than 1 or MR is negative. Below the middle point elasticity is less than 1 or MR is negative. For equilibrium of the monopolist, this is a question and previous year question. Stress equilibrium of the monopolist will never lie below the middle point of the AR curve because below the middle point MR is negative and elasticity is less than 1. Then next one, in a monopoly market, an upward shift in the market demand curve results in a new equilibrium with. Next one, another question. In a monopoly market, an upward shift in the market demand results in a new equilibrium with a higher quantity with a higher, lower or the same price. A higher quantity with higher, lower or at the same price. Next one, a monopolist output will be that at which there is greatest difference between his TC and TR. A monopolist output will be that at which there is a great difference between a TR and a TC. Next one, at the shutdown point, P is equal to ABC, TR is equal to TVC. The total losses of the firms are equal and all of the above. അപ്പോൾ shutdown point എന്ന് പറയുന്നത് all of the above ആണ്. ഏതൊക്കെയാണ്? P is equal to ABC, TR is equal to TVC, TR is equal to TVC. The total losses of the all firms are equal. The firms total losses of the firm are equal, then equal TFC and all of the above. Total losses of the firm equal to TVC and all of the above. അപ്പോൾ shutdown point എന്ന് പറയുന്നത് P is equal to ABC, price is equal to average variable cost, total revenue is equal to total variable cost, then losses of the firm is equal to total fixed cost. And the answer എന്ന് പറയുന്നത് all of the above ആണ്. The next one, the imposition of the per unit of tax causes the monopolist. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. The imposition of the per unit of tax causes monopolist upward shift in the AC and MC curve. എന്താണ് imposition of tax causes upward shift in the AC and MC curve. Causes of the imposition of the taxes of the monopolist causes upward shift in the AC and MC curves. Next one, OPEC is an example of the type of
എന്ത് ടൈപ്പ് ഓഫ് കാർട്ടൽ ആണ്. ഒപെക് ഈസ് ആൻ എക്സാമ്പിൾ ടൈപ്പ് ഓഫ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് കാർട്ടൽ. നമ്മൾ കാർട്ടൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൊളൂസീവ് ആൻഡ് നോൺ കൊളൂസീവ് ഒളിഗോപോളിയിലൊക്കെ കാർട്ടൽ എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ മോണോപോളിയിൽ ഒരു പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എക്സാമ്പിൾ ആണ് എന്ത് കാർട്ടൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, when monopolist is in long run equilibrium, he will be also in short run equilibrium. When a monopolist is in long run equilibrium, long run equilibrium already he will be also in short run equilibrium. Next one, a profit maximizing monopolist in different markets will be adjust his sales. A profit maximizing monopolist in different markets will adjust his sales in two markets so that MR in each market equals endana a profit maximizing monopolist in different markets will adjust his sales in two markets so the MR in each market is equal to MC. MR in each market is equal to MC. A profit maximizing monopolist in separate two markets will not adjust his sales in two markets. MR is greater than MC and MR is less than MC. അപ്പോൾ എപ്പോഴാണ് MR is equal to MC ലാകുമ്പോഴാണ് different markets sales equal ആവുന്നത്. MR is in each market is equal to MC in each market. അപ്പോൾ a profit maximizing monopolist in different markets will adjust his sales in MR is equal to MC. അപ്പോൾ ഇത് മോണോപ്പൊളി എന്ന മാർക്കറ്റിൽ നിന്നും മാത്രം ചോദിച്ചിട്ടുള്ളതും ചോദിക്കാവുന്നതുമായ ക്വസ്റ്റ്യൻസുകളാണ്. നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ മോണോപ്പൊളിയിലെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന ടോപ്പിക്കിൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ജനറൽ പേപ്പറിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യാം. അതായത് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് പ്ലസ് ജനറൽ പേപ്പറാണ് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ എടുത്തു പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ കാണുക. ഇഫക്റ്റീവ് ടീച്ചിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ്, ഇത് നെറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇഫക്റ്റീവ് ടീച്ചിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഓപ്ഷൻ പറയാം, ക്ലിയർ ആൻഡ് പ്രഷ്യസ് കമ്മ്യൂണിക്കേഷൻസ്, സ്റ്റുഡൻസ് സെൽഫ് ലേണിംഗ് ആൻഡ് പെർഫെക്റ്റ് ക്ലാസ് റൂം ഡിസിപ്ലിൻ ആൻഡ് റെഗുലർ ടീച്ചിങ്. ഇഫക്റ്റീവ് ടീച്ചിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റെഗുലർ ടീച്ചിങ്. ഇഫക്റ്റീവ് ടീച്ചിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് റെഗുലർ ടീച്ചിങ്. മറ്റു ഓപ്ഷനുകൾ ക്ലിയർ ആൻഡ് പ്രഷ്യസ് കമ്മ്യൂണിക്കേഷൻ അല്ല, സ്റ്റുഡൻറ് സെൽഫ് ലേണിംഗ് അല്ല, ക്ലാസ് റൂം ഡിസിപ്ലിൻ അല്ല. അപ്പോൾ റെഗുലർ ടീച്ചിങ് ആണ് ഇഫക്റ്റീവ് ടീച്ചിങ്ങിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ ഡിസ്കഷൻ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ. ദ ഡിസ്കഷൻ മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ സബ്ജക്റ്റ് ഈസ് ഈസി. എപ്പോഴാണ് ദ സബ്ജക്റ്റ് ഈസ് ഈസി ആകുമ്പോഴാണ് നമ്മൾ ഡിസ്കഷൻ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, എ ഗുഡ് ടീച്ചർ ഈസ് വൺ. എ ഗുഡ് ടീച്ചർ ഈസ് വൺ എപ്പോഴാണ്? Who keeps on updating his information or knowledge. Who keeps on updating his information or knowledge ആണ് a good teacher എന്ന് പറയുന്നത്. updating his information or knowledge. Next one, research. A researcher selects probability sample of 200 out of the total population is known as what kind of sample? നമ്മൾ സാമ്പിളിങ്ങിന്റെ ക്ലാസ് ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾ അത് കാണുക. അപ്പോൾ നിങ്ങൾക്ക് സാമ്പിളിങ്ങിന്റെ ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് കൃത്യമായിട്ട് നോട്ട് കുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഈ ഐസക് എന്നാണ് ഈ ചാനലിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എ റിസർച്ചർ സെൽസ് പ്രോബബിലിറ്റി ഓഫ് സാമ്പിൾ ഓഫ് 200 ഫ്രം ദ സാമ്പിൾ ഇറ്റ് ഈസ് നോൺ ആസ് റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ റാൻഡം സാമ്പിളിംഗ് നോൺ റാൻഡം സാമ്പിളിങ്ങിന്റെ ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, സർവേ എയിം സെറ്റ്. എന്താണ് സർവേ? നോയിങ് ദ ഫാക്ട്സ് അബൌട്ട് ദ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻസ്. സർവേ എയിം സെറ്റ് നോയിങ് ദ ഫാക്ട്സ് അബൌട്ട് ദ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻസ്. സർവേ എയിംസ് അറ്റ് വാട്ട്? Knowing the facts about existing situations. Comparing the present situations with the standard norms. Comparing the present situations with the standard norms. അപ്പോൾ survey aims at knowing the facts about the existing situations with comparing with the present situations with the standard norms. ഇതാണ് സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, the number of questions in a questionnaire should be. The number of questions in a questionnaire should be between 20 and 50 എന്ന് പറയുന്നത്. between 20 and 50 എന്ന് നമ്മൾ ഓപ്ഷനിൽ കാണുവാണെങ്കിലും the most suitable answer is as small as possible keeping in view of the purpose of survey. അപ്പോൾ നമുക്ക് ഓപ്ഷനുകളിൽ നമുക്ക് കൺഫ്യൂസ് നമ്മൾ പഠിക്കുന്നുണ്ട് 20ക്കും 50ക്കും ഇടയിലായിരിക്കണം എന്നല്ല. പക്ഷേ the most suitable ഓപ്ഷൻ ആണ് ഇവിടെ പറയുന്നത് as small as possible keeping in view of the purpose of survey. keeping in the view of
purpose of survey. Next one, the largest number of nuclear weapon situation in India. The largest number of nuclear power stations situation in India is Tamil Nadu. Who is the present Chief Information Commissioner in Kerala? Present Chief Information Commissioner in Kerala, Vishwas Mehta. Present Chief Information Commissioner in Kerala, Vishwas Mehta. Find the full form of life. നമ്മുടെ മുഖ്യമന്ത്രിയുടെ പദ്ധതിക്കാണ് ലൈഫ്, ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ, ഫിനാൻഷ്യൽ എംപവർമെന്റ്. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ ആൻഡ് ഫിനാൻഷ്യൽ എംപവർമെന്റ്. Which railway is worked at the full in solar power energy? Which railway station in India is worked as full in solar power energy? ഗുവാഹത്തി ആസാമിലാണ് സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. നെക്സ്റ്റ് വൺ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്, ഫെമ. ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് came into force in June 1, 2000. ഫെമ, Foreign Exchange Management Act came into force in 2000, June 1. Next one, the YouTube channel started for the transgenders in India. The YouTube channel started for transgenders in India. Transvision. Kerala Lalita Kala Academy situated in Thrissur. Kerala Lalita Kala Academy situated in Thrissur. Next one, രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ 1000 റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ താരം സൂര്യകുമാർ യാദവ്. രാജ്യാന്തര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പന്തുകളിൽ 1000 റൺസ് തികയ്ക്കുന്ന ഇന്ത്യൻ താരമാണ് ആരാണ്? സൂര്യകുമാർ യാദവ്. മധ്യപ്രദേശിലെ കുനോ ദേശീയ പാർക്കിൽ ചീറ്റപ്പുലികൾ കൊണ്ടുവന്നത് എവിടെ നിന്നുമാണ്? നമീബിയയിൽ നിന്നും. മധ്യപ്രദേശിലെ കുനോ ദേശീയ പാർക്കിൽ ചീറ്റപ്പുലികളെ കൊണ്ടുവന്നത് എവിടെ നിന്നുമാണ്? നമീബിയയിൽ നിന്നുമാണ്. ബ്രിട്ടന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആര്? ബ്രിട്ടന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആണ് ലിസ് ട്രസ്. ബ്രിട്ടന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണ്? ലിസ് ട്രസ്. ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ പുതിയ സംയുക്ത സേനാ മേധാവി ആരാണ്? അനിൽ ചൗഹാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ടോപ്പിക് വൈസ് സ്പെഷ്യൽ ടോപ്പിക് ക്ലാസ്സുകളും പ്ലസ് ജനറൽ ടോപ്പിക് ക്ലാസ്സുകളും നൽകുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ സെറ്റ് എക്സാമിനേഷൻ വിജയിക്കാൻ നൽകുന്നത് ഞാൻ 100% ഉറപ്പ് നൽകുന്നു. ഇനി നിങ്ങൾക്ക് ഏതെല്ലാം ടോപ്പിക് ക്ലാസ് വേണമെന്നെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.